നോബൽ മാരിക്കാരൻ, കോടതിയിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുകയാണ്. കോടതികളിൽ പ്രതിഷേധിക്കാൻ AAP ലീഗൽ സെൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതിക്കകത്തും പുറത്തുമായി നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേജ്രിവാളിന്റെ ഹർജി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ദില്ലി ഹൈക്കോടതി. ഹൈക്കോടതി ഇത് പരിഗണിക്കുമ്പോൾ പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ രണ്ട് വശത്തുനിന്നും ഈ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട്. അതായത് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതിൽ മനു അഭിഷേക് സിംഗ്വിയാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരാകുന്നത്. അതോടൊപ്പം SP രാജു ആണ് ഇഡിക്ക് വേണ്ടി ഇക്കാര്യത്തിൽ ഹാജരായിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും വാദമുഖങ്ങൾ ആദ്യഘട്ടത്തിന് ഉയർത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ ഇത്തരത്തിൽ ഇതിൽ ജാമ്യം ഉൾപ്പെടെ അനുവദിക്കണം എന്ന ആവശ്യങ്ങൾ എന്താണെങ്കിലും മനു അഭിഷേക് സിംഗ്വി ഈ ഘട്ടത്തിൽ ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇഡിയുടെ ഉൾപ്പെടെ വാദം കേൾക്കേണ്ടതില്ല, അല്ലാതെ തന്നെ ഇതിൽ ജാമ്യം അനുവദിക്കാൻ കഴിയും കോടതിക്ക് എന്ന നിലപാടാണ് സിംഗ്വി ഇതിൽ പങ്കുവച്ചത്. എന്നാൽ ഇതിൽ സോളിസിറ്റർ ജനറൽ ഭാഗത്തുനിന്നാണെങ്കിലാകട്ടെ, SP രാജുവിൻ്റെ ഭാഗത്തുനിന്നാകട്ടെങ്കിലാകട്ടെ, അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇഡിക്ക് ഇക്കാര്യത്തിൽ മറുപടി നൽകേണ്ടതുണ്ട്, അതിന് 3 ആഴ്ച സമയം വേണം എന്നുള്ളതാണ്. ഇതിൽ ഈ നോട്ടീസ്, അതായത് ഈ ഹർജിയുടെ ഉൾപ്പെടെ കോപ്പി അല്പം മുമ്പാണ് ലഭിച്ചത്. ഇത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമാണ് ഇഡിക്ക് മറുപടി നൽകാൻ കഴിയുള്ളൂ. ഇഡിയുടെ ഭാഗം കേൾക്കാതെ ഇതിൽ മറ്റ് നടപടികളിലേക്ക് പോകരുത് എന്ന വാദമാണ് എന്താണെങ്കിലും ഇഡിക്ക് വേണ്ടി ഇതിൽ ഉയർത്തിയിരിക്കുന്നത്. ആ വാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അല്പസമയത്തിനകം കോടതി വീണ്ടും തൽക്കാലത്തേക്ക് കോടതി ജസ്റ്റ് ഒന്ന് പിരിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതിനുശേഷം വീണ്ടും ഈ അവധി ദിവസങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറുപടി സത്യവാങ്മൂലത്തിന്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് അഭിഷേക് മനു സിംഗ്വി പറയുന്നത്. നടപടിക്രമങ്ങൾ വൈകിപ്പിക്കാനായി സമയം നീട്ടി ചോദിക്കുന്നു ED എന്ന വാദമാണോ പ്രധാനമായും കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്? അങ്ങനെ തന്നെയാണ്. ഇതിൽ ED വ്യക്തമാക്കുന്നത് ഈ പെറ്റീഷനുമായി ബന്ധപ്പെട്ട കോപ്പി തങ്ങൾക്ക് ലഭിച്ചത് ഇപ്പോൾ മാത്രമാണ്. ഇതിൽ വിശദമായി കാര്യങ്ങൾ പഠിച്ച ശേഷം മാത്രമേ മറുപടി നൽകാൻ കഴിയുകയുള്ളൂ. മറുപടി ഇല്ലാതെ ഇതിലൊരു തീരുമാനത്തേക്ക് കോടതി പോയി കഴിഞ്ഞാൽ അത് ഒരു ഭാഗത്തേക്ക് കേൾക്കാതെയുള്ള ഒരു ഉത്തരവായി മാറും എന്നതാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണെങ്കിലും ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ കോടതിയിൽ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് ദില്ലിയിൽ നടക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ആവശ്യം ഉന്നയിച്ചെങ്കിലും കേസ് നാളെ പരിഗണിക്കാമെന്നാണ് കോടതി ഇപ്പോൾ പറയുന്നത്. ശരത് M ശശി നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ത്, കേസ് നാളെ പരിഗണിക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് സമയം നീട്ടിച്ചോദിക്കുന്നു ഇഡിക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ട് എന്ന് പറയുന്നു. AAP അഭിഭാഷക സെല്ലിന്റെ പ്രതിഷേധത്തിലെ പരാതി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് പരാതിക്കാരനായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഇന്ന് പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാവുകയല്ലേ ശരത്? സുജിയ, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ ലീഗൽ സെൽ ജില്ലാ കോടതികളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കോടതി പരിസരത്ത് ഇത്തരത്തിൽ അഭിഭാഷക വേഷമിട്ടുകൊണ്ടുള്ള പ്രതിഷേധം അത് ശരിയായ നടപടിയല്ലെന്നും അതുകൊണ്ട് തന്നെ ഈ അഭിഭാഷകർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷകനായ വൈഭവ് സിംഗ് ഒരു പരാതി ഹൈക്കോടതിക്ക് നൽകിയിരുന്നു. ഈ വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്നുള്ള ആവശ്യമാണ് ഇന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന് മുൻപാകെ അഭിഭാഷകനായ വൈഭവ് സിംഗ് തന്നെ ഉന്നയിച്ചത്. കോടതി പരിസരത്ത് ഇത്തരത്തിൽ രാഷ്ട്രീയ ആവശ്യത്തിന്റെ പുറത്ത് ഒരു സമരം സംഘടിപ്പിക്കുന്നത് ശരിയായ സമീപനമല്ല എന്നും അത് അഭിഭാഷക വൃത്തിക്ക് ചേർന്ന സമീപനമല്ല എന്നുമാണ് ഈ വൈഭവ് സിംഗ് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ വിഷയം ഏതായാലും അടിയന്തരമായി പരിഗണിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. പക്ഷേ നാളെ ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ വിശദമായി തന്നെ കേൾക്കാം എന്നുള്ളത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സുജയ.